തൃശൂർ പടക്കശാല ദുരന്തത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ പടക്കശാല അപകടം അന്വേഷിക്കും. അപകടം പ്രത്യേക ദുരന്തമായി മന്ത്രിസഭായോഗം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം നൽകും. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം. 6 മാസത്തെ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കും. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിശ്ചയിക്കാനുണ്ടായത്. സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് അതിന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ആവശ്യമായ നിർദ്ദേശം ക്യാബിനറ്റ് നിശ്ചയിച്ചനുസരിച്ച് രേഖപ്പെടുത്തുകയുണ്ടായി. ഇതൊരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സവിശേഷ ദുരന്തമായി അത് പ്രഖ്യാപിക്കുകയുണ്ടായത്. ഇതിന്റെ ഭാഗമായി മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ നൽകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുക ലഭ്യമാകും. അതിനു പുറമെ 2 ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക സഹായമായി STRF നിന്ന് കിട്ടുന്ന പണത്തിനു പുറമെ CMDRF നിന്ന് 2 ലക്ഷം രൂപ കൂടി നൽകും. പരിക്കേറ്റവരെ 6 മാസക്കാലത്തേക്ക് സർക്കാരോ സ്വകാര്യ ആശുപത്രിയിലോ ചികിത്സ ചെയ്യേണ്ടി വരുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള ചെലവുകൾ സർക്കാർ എടുക്കാൻ നിശ്ചയിച്ചു. ആ നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ സംഖ്യ ജില്ലാ കളക്ടർക്ക് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാനുള്ള തീരുമാനമെടുത്തു. ഈ പശ്ചാത്തലത്തിൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏകപക്ഷീയമായ തീരുമാനമെടുക്കാനില്ലെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇരു ദേവസ്വങ്ങളുമായി ആലോചിച്ച് തീരുമാനമെടുക്കും. നാളെ ഇത് സംബന്ധിച്ച് യോഗം ചേരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വവും അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വവുമായി ആശയവിനിമയം നടത്തി നാളെ രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ നേരത്തെ ഞങ്ങൾക്ക് അനുമതി തന്ന ഒരു മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചിരുന്നു. മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ മീറ്റിങ്ങിന് അനുമതി നൽകാതിരുന്നുകൊണ്ടാണ് അവലോകന യോഗം മന്ത്രിമാരിടപെട്ട് നടത്താതിരുന്നത്. എന്നാൽ അതിനെ തുടർന്ന് ഞാൻ ഹൈക്കോടതി കൊടുത്ത പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്നലെ നമുക്ക് അനുമതി തന്നു നാളെ മീറ്റിംഗ് വിളിക്കുന്നതിന് വേണ്ടി. ആ മീറ്റിംഗ് നാളെ രാവിലെ 10:30 മണിക്ക് ഇവിടെ കളക്ട്രേറ്റിൽ നടക്കും. അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖരും ബന്ധപ്പെട്ട ദേവസ്വം ഭാരവാഹികളും ഇവരെല്ലാം ചേർന്ന് കൂടുന്ന ആ മീറ്റിംഗിൽ വെച്ച് പൂരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് അവസാന തീരുമാനമെടുക്കും. അതിനുശേഷം അക്കാര്യങ്ങൾ വിശദീകരിക്കാം. ഇപ്പോൾ ഏതായിരുന്നാലും ആ ഒരു ഉണ്ടായ പശ്ചാത്തലത്തിൽ നമുക്ക് അഡ്വാൻസായി കയറി അത് വേണ്ടെന്ന് ഏകപക്ഷീയമായി ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരിങ്ങനെ പ്രഖ്യാപിക്കുകയോ അല്ല അതിൻ്റെ ശരി. എല്ലാവരുമായി കൂടിയാലോചിച്ചതിന് ശേഷം നാളെ അത് പ്രഖ്യാപിക്കുന്നതാണ് ശരി എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ആ ചോദ്യത്തിന് മറുപടി ഇതാണ് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവർ ദുരന്ത സ്ഥലത്ത് സന്ദർശനം നടത്തി. അപകട സമയത്ത് 34 പേർ സ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. നാളെയും തെരച്ചിൽ തുടരും. 18-അംഗ ടീം സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും DGP റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. ഞാനും പിന്നെ ബാക്കിയുള്ള പോലീസ് ഓഫീസേഴ്സും നമ്മുടെ ശ്രീ ബിജു JD സെക്രട്ടറിയും എല്ലാവരും ഇവിടുത്തെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രാഥമികമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. നമ്മൾ ഇവിടുത്തെ സംഭവം എങ്ങനെയാണോ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ഉണ്ടാവും. ഞങ്ങളുടെ ഇപ്പോഴത്തെ വരെ ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണ ഭാഗമായിട്ട് 34 പേര് അക്കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ 9 പേഴ്സൺസ് ഡെഡാണ്. 5 പേരിനെ ഐഡൻറ്റിഫൈ ചെയ്തു. അവരൊക്കെ ഫാമിലി മെമ്പേഴ്സ്ക്ക് ഏൽപ്പിച്ചു. 2 പേര് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ സ്റ്റിൽ ഇൻ ദ ഹോസ്പിറ്റൽ. ബാക്കി 2 പേരുടെ അവരുടെ ഐഡൻറ്റിഫൈ ആയിട്ടില്ല. അവർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളിലെ 13 പേര് പോലും ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ബാക്കി 10 പേര് വീട്ടിൽ പോയി നേരത്തെ അവർക്കൊരു പരിക്കില്ലാതെ. 2 പേർക്ക് പരിക്ക് കിട്ടിയതിന് ശേഷം അവർ കുറച്ച് സിറ്റുവേഷന് ശേഷം ദേ ഹാവ് ഗോൺ ബാക്ക് ടു ദെയർ ഹോംസ്. നൗ വി ഹാവ് ഫോംഡ് മേജർ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹിയർ. 18 ടീംസ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ കമ്മീഷണർ ഓഫ് പോലീസിൻ്റെ നേതൃത്വത്തിലാണ്. ടു ടേക്ക് കെയർ ഓഫ് ദിസ് സൈറ്റ് ഹിയർ വി ഹാവ് 1 particular സ്പെഷ്യൽ ടീം
And another team has been formed under the for the investigation purpose. നമ്മുടെ ACP ക്രൈം ബ്രാഞ്ച് തൃശ്ശൂർ സിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് പുറമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. വിൽ ബി ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഹൗ ദ ഇൻസിഡൻറ്റ് ഹാപ്പൻ ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റെപ്സ് വി ഹാവ് ബി ടേക്കൻ ദെയർ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സമഗ്രമായിട്ട് അന്വേഷിക്കുന്നതാണ്. ടി സൈത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സൈത്ത്, ഈ ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് സംഭവ സ്ഥലത്ത് 32 പേർ ഉണ്ടായിരുന്നു, 34 പേരോളം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പക്ഷേ ആരൊക്കെ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല. 26ഓളം ശരീരഭാഗങ്ങൾ ലഭിച്ച പശ്ചാത്തലമുണ്ട്. കടാവർ ഡോഗിൻ്റെ തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു അന്തിമ കണക്കിലേക്ക് എത്തുക, മരിച്ചവരുടെ മറ്റു വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതൊരു വലിയ വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഇത് സർക്കാർ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എത്ര പേര് ഈ അപകടത്തിൽപ്പെട്ടു എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ്. അല്പസമയം മുമ്പ് സംസ്ഥാന പോലീസ് മേധാവി റബാഡ ചന്ദ്രശേഖർ വിശദീകരിക്കുന്നത് പ്രകാരം 34 പേരാണ് അപകട സ്ഥലത്ത് അപ്പോൾ ഉണ്ടായിരുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. പക്ഷേ ഇപ്പോഴും വ്യക്തത വരാത്ത ചില കാര്യങ്ങൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടരുന്നു എന്നതാണ് ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്നത്. തെരച്ചിൽ തുടരുമെന്ന് വ്യക്തമാക്കുന്നു. നാളെയും തെരച്ചിൽ തുടരുമെന്നതാണ് വ്യക്തമാക്കുന്ന കാര്യം. മരിച്ചവരെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം അത് സ്വാഭാവികമായി ഈ ഇത്തരം വെടിക്കെട്ട് അപകടങ്ങളിൽ പെടുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന സാഹചര്യം കൂടിയാണ്. അവിടെയാണ് DNA പരിശോധന നടക്കുന്നത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയുടെ നേതൃത്വത്തിൽ DNA പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. മരിച്ചവരുടെ ബന്ധുക്കൾക്കും ഒപ്പം തന്നെ പരിക്കേറ്റവർക്കുമുള്ള ധനസഹായം പ്രഖ്യാപിച്ചു. മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവശേഷിക്കുന്നത് ഇത്തവണത്തെ പൂരം നടത്തിപ്പ് എങ്ങനെയാകുമെന്ന കാര്യമാണ്. 2 ദിവസങ്ങളും, അതായത് തിരുവമ്പാടിയും പാറമേക്കാവും തങ്ങൾ ഇത്തവണ ആഘോഷങ്ങളൊന്നും നടത്തുന്നില്ല എന്ന പൊതുനിലപാട് അറിയിച്ചു കേട്ടിട്ടുണ്ട്. സർക്കാർ പറയുന്നത് ദേവസ്വങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം മുന്നോട്ട് പോകുമെന്ന കാര്യം കൂടിയാണ്. എന്തായാലും നാളെ ഈ പൂരത്തിൻ്റെ നടത്തിപ്പ് എങ്ങനെയാകുമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഇത്തവണത്തെ പൂരം ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ അപകടമുണ്ടായത്? അവിടെ എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്ന ചോദ്യമാണ്. പുറ്റിങ്ങലടക്കമുള്ള നിരവധി അനുഭവങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴും എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ്. സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ പ്രഖ്യാപിച്ച കമ്മീഷനുകൾ, അവർ നൽകിയ ശുപാർശകൾ എത്ര കണ്ട് നടപ്പാക്കി എന്ന ചോദ്യം കൂടി ഉണ്ടാവുന്നുണ്ട്. ഇത് സർക്കാരിന് മുന്നിൽ ഒരു പ്രതിസന്ധിയായി കൂടി വരികയാണ്. മുമ്പും പൂരം നടത്തിപ്പ് വിവാദത്തിൽപ്പെട്ടിരുന്നതാണ്. ഇവിടെയും സംഘാടനത്തിൽ പിഴവുണ്ടായി എന്ന വിമർശനം തന്നെയാണ് ഉയർന്നു വരികയും ചെയ്യുന്നത്. എന്തായാലും ഇത്തവണത്തെ പൂരം എങ്ങനെ നടത്തിക്കുമെന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ അനുമതിയോടെ നാളെ തീരുമാനമുണ്ടാകുമെന്നാണ് ദേവസ്വം മന്ത്രിയും വിശദീകരിച്ചിരിക്കുന്നത്. സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ച് തൽക്കാലം മുന്നോട്ട് പോയിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.